ലഭിക്കേണ്ട പണം സംസ്ഥാന സർക്കാരിന് നൽകുക, കുടിശ്ശികയായിട്ടുള്ള പണം നൽകുക, അതോടൊപ്പം തന്നെ കേരളം വളരേണ്ട, അതായത് സാമൂഹ്യ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സൂചികകളിൽ നമ്മൾ തന്നെയാണ് മുന്നിൽ, ഒരു തർക്കവുമില്ല. അത് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കേരളം അത്ര വളരേണ്ടതില്ല, നമ്മുടെ വലിയ വികസന പദ്ധതികൾ ഈ നിലയിൽ മുന്നോട്ട് പോകേണ്ടതില്ല, ഇങ്ങനെയൊരു വാശിയുണ്ട് കേന്ദ്ര സർക്കാരിന് എന്നാണ് എം.വി. ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത്. അതായത് അഭിലാഷ്, ഇത്തരം കെട്ടുകഥകൾ ചമയ്ക്കുന്നത് ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഒരിക്കലും ഭൂഷണമല്ല. കാരണം ഞാൻ കേന്ദ്രത്തിന് അവഗണന ഇല്ല എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ ആ അവഗണന കേരളത്തോട് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളോടും ഒരുപോലെയുള്ള അവഗണനയുണ്ടെങ്കിൽ തന്നെ, അതായത് അത് തീർച്ചയായിട്ടും അവഗണനയുണ്ടെന്ന് പറയാൻ പറ്റില്ല. രണ്ടു വശവും നല്ലവണ്ണം നോക്കണം. അതെ 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 അതായത് ഇപ്പൊ ഞാൻ അത് തന്നെ അത് പറയുന്നതിന് മുൻപ് അത്യാവശ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ. മിസ്റ്റർ അരുൺ ബാബു സംസ്ഥാനത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടപ്പില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ഇപ്പൊ 2022-23 പിന്നെ ഗവൺമെന്റിന്റെ കണക്കുകളെ പറ്റിയുള്ള CAG റിപ്പോർട്ട്, അതായത് റവന്യൂ സെക്ടർ, നമ്മുടെ വരുമാനത്തെ പറ്റിയുള്ള CAG റിപ്പോർട്ട് ഈ സെപ്റ്റംബറിലാണ് പുറത്തു വന്നത്. ആ സെപ്റ്റംബറിലെ റിപ്പോർട്ട് എടുത്ത് നോക്കുക. 2023 പിരിച്ചെടുക്കാത്ത അരിയർ കുടിശ്ശിക 28,258.39 കോടിയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, 28,258.39 കോടി അരിയർ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. CAG തന്നെ കൃത്യമായി പറയുന്നു, ഇത് സംസ്ഥാനത്തിന്റെ മൊത്ത വരുമാനത്തിന്റെ, അതായത് എല്ലാ വരുമാനവും എത്തിച്ചേരുമായിരുന്നുവെങ്കിൽ അതിന്റെ 24.23% വരുമായിരുന്നു എന്ന്. എന്റെ പ്രിയപ്പെട്ട അഭിലാഷേ, ഒരു ഗവൺമെന്റ് ഭരണത്തിൽ വരുന്നത് എന്തിനാണ്? കർശനമായിട്ട് ജനങ്ങളോട് അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും നടപ്പിലാക്കി ജനക്ഷേമം ഉറപ്പുവരുത്താനാണ്. ഈ ഗവൺമെന്റ് ഈ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം എന്താണ് ചെയ്തത്? കേരളീയം എന്ന് പറഞ്ഞ ഒരു മാമാങ്കം, അതിനുവേണ്ടി സ്പോൺസർഷിപ്പ്, ആ സമയത്ത് മുഴുവനും, അതായത് ഗവൺമെന്റിന്റെ ഓഫീസുകൾ അടഞ്ഞുകിടന്നു. അത് കഴിഞ്ഞ് നവകേരള സദസ്, അപ്പോഴും ഗവൺമെന്റ് ഒരു പ്രവർത്തനവും നടത്തുന്നില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗവൺമെന്റ് ഭരണനിർവഹണം നടത്താതെ, പിരിച്ചെടുക്കേണ്ട വരുമാനം പിരിച്ചെടുക്കാതെ ഞങ്ങളെ കേന്ദ്രമാണ് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 100 എക്സാമ്പിൾസ് എനിക്ക് ആ CAG റിപ്പോർട്ട് വെച്ച് ഇവിടെ മിസ്റ്റർ അരുൺ ബാബുവിന്റെ വായടപ്പിക്കത്തക്ക രീതിയിൽ പറയാനുണ്ട്. പക്ഷെ ഞാൻ അതിനു മുൻപ് ആ കേന്ദ്ര അവഗണിക്കുന്നു എന്നതിലേക്ക് ഒന്ന് പോകാം. അതായത് സത്യത്തില് 13ാം ധനകാര്യ കമ്മീഷൻ വരെയുള്ള കമ്മീഷനുകൾ ടാക്സ് പൂളിൽ നിന്ന് 32% അതിനേക്കാൾ കുറഞ്ഞിരുന്ന വർഷങ്ങളുണ്ട്. പക്ഷെ 13ാം ധനകാര്യ കമ്മീഷൻ 32% തന്നിരുന്നത്. 14ാം ധനകാര്യ കമ്മീഷൻ YV റെഡ്ഡി ചെയർമാനായിരുന്നു. നമ്മുടെ ഫോർമർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിരുന്ന YV റെഡ്ഡി ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന്റെ സമയത്താണ് 32% നിന്ന് 42% ഉയർത്തിയത്. ആ റിപ്പോർട്ട്, പിന്നെ YV റെഡ്ഡിയുടെ റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കുന്നത് 2015 ഫെബ്രുവരി 24 അന്ന് മോദി ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. അപ്പൊ ഈ 32 നിന്ന് 42% നികുതി പൂൾ വർദ്ധിപ്പിച്ചപ്പോൾ മോദി ഗവൺമെന്റ് സത്യം പറഞ്ഞാൽ ബോധം കെട്ടുപോയി. 10% വർധനമാണ് ഒറ്റയടിക്ക് വരുന്നത്. അപ്പൊ മോദി ഗവൺമെന്റ്, മോദിയും മറ്റാൾക്കാരും ഒക്കെ YV റെഡ്ഡിയെയും അദ്ദേഹത്തോട് നീതി ആയോഗിന്റെ ചെയർമാനെയും വൈസ് ചെയർമാനെയും ഒക്കെ സ്വാധീനിച്ച് ഈ 42 എന്നുള്ളത് 33% കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ YV റെഡ്ഡി വളരെ, അതായത് രാജാവ് നഗ്നനാണെന്ന് പറയാൻ ധൈര്യമുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിരുന്നു YV റെഡ്ഡി. അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അന്നത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ CEO ആയിരുന്ന മിസ്റ്റർ സുബ്രഹ്മണ്യവും അതിന് വഴങ്ങിയില്ല. അങ്ങനെ 42% എന്ന് പറഞ്ഞ് മുൻപോട്ട് പോവുകയും അതിന്റെ ഫലമായി
അതായത് മോദി ഗവൺമെന്റ് ചില കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, അതായത് കേന്ദ്രവും സംസ്ഥാനവും പങ്കിട്ട് ചെലവഴിക്കുന്ന ചില പദ്ധതികളിലൊക്കെ വെട്ടിക്കുറവുണ്ടാക്കി. അങ്ങനെ ചില അവഗണനകൾ നടത്തി എന്ന് പറയാതെ നിവൃത്തിയില്ല. പക്ഷേ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് 15ാം ധനകാര്യ കമ്മീഷനാണ്. 15ാം ധനകാര്യ കമ്മീഷൻ. അതെ ശരി, അതെ, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. അങ്ങനെ മോദി ആവശ്യപ്പെട്ടു, പക്ഷേ YV റെഡ്ഡി സമ്മതിച്ചില്ല. അത് 42% തന്നെ നിലനിർത്തി. അങ്ങനെ വന്നപ്പോഴാണ് മോദി വേറെ ചില സൂത്രവിദ്യകൾ പ്രയോഗിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ കേന്ദ്ര സംസ്ഥാനങ്ങൾ പങ്കിടുന്ന ചില, ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതി 90% കേന്ദ്രം ചെലവിടുമ്പോൾ പിന്നെ 10% സംസ്ഥാനങ്ങൾ. അതുപോലെയുള്ള പദ്ധതി അതിനെ തൊട്ടില്ല. പക്ഷെ തൊട്ട പദ്ധതികളുണ്ട്. ഉദാഹരണത്തിന് പോലീസ് മോഡേണൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര വിഹിതത്തിൽ നിന്ന് കൊടുക്കുന്നത്. അത് നിർത്തലാക്കി. അങ്ങനെ പല പദ്ധതികളും കേന്ദ്രം നിർത്തലാക്കി. അതുവഴി കുറച്ച് ഫണ്ട് നഷ്ടപ്പെട്ടു. ശരിയാണ്. പക്ഷെ നമ്മൾ 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വരിക. 15ാം ധനകാര്യ കമ്മീഷനാണ് ഇവിടെ എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന കമ്മീഷൻ. ആ കമ്മീഷൻ എന്താണ് ചെയ്തത്? അതായത് 14ാം ധനകാര്യ കമ്മീഷൻ ഈ പറയപ്പെട്ട എപ്പോഴും ഈ ഹൈലൈറ്റ് ചെയ്യുന്ന 14ാം ധനകാര്യ കമ്മീഷനിൽ നമുക്ക് പൂളിൽ നിന്ന് 2.5% കിട്ടിയിരുന്നു. 15ാം ധനകാര്യ കമ്മീഷനായപ്പോൾ അത് 1.9% കുറഞ്ഞു. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ വേറിട്ട് ഞെക്കുന്നു ഞെരിക്കുന്നു എന്നൊക്കെ ഇവര് പറയുന്നത്. മിസ്റ്റർ അഭിലാഷ്, ഒരു കാര്യം ഓർക്കണം, അത് ശരിയാണ്, 1.93% കുറഞ്ഞു എന്ന് പറയുന്നത്. പക്ഷെ എനിക്കത് മുഴുവൻ വിശദീകരിക്കാൻ നിങ്ങൾ സമയം തരില്ലായിരിക്കും. അതിനൊരു 15ാം ധനകാര്യ കമ്മീഷൻ എടുത്ത ബേസ് അതെ ചർച്ച ചെയ്താണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ നമുക്ക് 2.5% നിന്ന് 1.9% കുറഞ്ഞതുപോലെ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഏതാനും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കുറവ് വന്നു. ജനസംഖ്യ ഉൾപ്പെടെയല്ലേ അതിന്റെ ബേസ് എന്ന് പറയുന്നത്? അല്ലേ? അതെ അതെ, അതാണ് ബേസ് മാറ്റത്തിലാണ് ഈ വ്യത്യാസം. അവിടെ ഒരു സംശയം, സാമാന്യ യുക്തിയിൽ നമ്മൾ കേരളം എല്ലാ മേഖലയിലും മുന്നിട്ട് നിൽക്കുന്നു. അത് സ്വാഭാവികമായും നമ്മുടെ ഒരു ഇച്ഛാശക്തി കൊണ്ടും ആർജവം കൊണ്ടും ഇതുവരെ ഭരിച്ച സംസ്ഥാന സർക്കാരുകളുടെ മികവ് കൊണ്ടുമാണല്ലോ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഇനി കൂടുതൽ നൽകാനില്ല ഞങ്ങൾ എന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതും ശരിയാണോ? അങ്ങനെ അഭിലാഷേ, ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പൊ എനിക്ക് മറിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സ്വന്തം കുഴപ്പം കൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ ലിറ്ററസി എന്നൊക്കെ പറയുന്നത്. ഈ 1956 മുൻപ് തന്നെ ഉയർന്ന ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം. ബിക്കോസ് അതിന്റെ കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ആ പ്രവാസികളുടെ പണം, അത് ഈ സംസ്ഥാന ഗവൺമെന്റ് മികവ് കൊണ്ടല്ല പ്രവാസികൾ പണം ഇങ്ങോട്ട് അയച്ചത്. അതെ അതെ, അതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും രാജഭരണ കാലത്ത് തന്നെ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സംസ്ഥാനമാണ് തുടർന്ന് മിഷണറിമാരെ അങ്ങനെ പോകണ്ട തീർച്ചയായിട്ടും പോകണ്ട. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ ഇത് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ മികവ് കൊണ്ട് മാത്രമല്ല ഇവിടെ വിദ്യാഭ്യാസവും ആരോഗ്യവും മെച്ചപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1ാമത് വന്നത്. ഇപ്പൊ സർക്കാരുകൾ പറയുന്നത് ഞങ്ങളുടെ മികവ് കൊണ്ടാണെന്ന്. അല്ല, അതിന് കാരണങ്ങൾ വേറെ ഒരുപാടുണ്ട്. അത് പോകട്ടെ. അപ്പൊ ഒരു കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ ഇങ്ങനെ പകയോടെ കാണുമെന്ന് വിചാരിക്കാൻ ഒരു കാരണവശാലും നമുക്ക് കഴിയില്ല. അത് തന്നെയല്ല അഭിലാഷ് ഇപ്പൊ പറഞ്ഞ ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ തന്നെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നമുക്ക് 2.5 നിന്ന് 1.93 പോയെന്ന് പറഞ്ഞല്ലോ. പക്ഷെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, ഞങ്ങൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കുറഞ്ഞു പോയി എന്നാണ് കേരളം പറയുന്നത്. അതിന്റെ നിജസ്ഥിതി ഞാൻ പറയാം. ആകെ 15ാം ധനകാര്യ കമ്മീഷൻ 17 സംസ്ഥാനങ്ങൾക്കാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നൽകിയത്. ആ നൽകിയതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് വെസ്റ്റ് ബംഗാളിനാണ്. വെസ്റ്റ് ബംഗാളിന് കേന്ദ്രത്തിന് പ്രത്യേക സ്നേഹം തോന്നണോ? അതായത് 40,115 കോടിയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് വെസ്റ്റ് ബംഗാളിന് കൊടുത്തത്. 2ാമത് കിട്ടിയത് കേരളത്തിനാണ് 37,814 കോടി. 3ാമത് കിട്ടിയത് ഹിമാചൽ പ്രദേശിനാണ്
37,199 കോടി. ഇനി അങ്ങനെ താഴേക്കായി 17 സംസ്ഥാനം. അപ്പം അതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളമാണ്. ഇനിയിപ്പോ ഈ അടുത്ത നാളിൽ വന്ന റിസർവ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ട് നോക്കി, ഈ ഏറ്റവും അടുത്ത നാളിൽ വന്നത് വായ്പാ റിപ്പോർട്ടാണ്. അത് വായ്പയെ പറ്റി ഏറ്റവും കൂടുതൽ, അതായത് കടം GSDP അനുപാതം, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് GSDP റേഷ്യോ 35% ഉയർന്നു നിൽക്കുന്ന 3 സംസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ളൂ. ഒന്നാമത് വെസ്റ്റ് ബംഗാൾ, രണ്ടാമത് പഞ്ചാബ്, മൂന്നാമത് കേരളം. അപ്പൊ ഈ 3 സംസ്ഥാനങ്ങൾ ഒഴിച്ച ബാക്കി ഒരു സംസ്ഥാനങ്ങളിലും പറഞ്ഞു ഇതുപോലെ ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധി ഇല്ല. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇപ്പോൾ ഈ മനുഷ്യ ചങ്ങല നടത്തിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായിട്ട് 30 വർഷം ഭരിച്ച സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാള്. അവിടെയാണ് ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധി. അതായത് അവിടുത്തെ ഭരണത്തിന് അതിനുശേഷം ശ്രമിച്ചിട്ടും ഇതുവരെ കരകയറ്റാൻ പറ്റിയിട്ടില്ല ആ സംസ്ഥാനത്തെ. അത്ര വലിയ ധനപ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടതിന് ശേഷമാണ് നിങ്ങളുടെ ആൾക്കാരാണ് ഇവിടെ കേരളത്തിലെ പണിയെടുക്കാൻ വരുന്നത്. ആ പഞ്ചാബ് 2ാം സ്ഥാനത്താണ്. പഞ്ചാബിനും പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്, കേന്ദ്ര ഗവൺമെന്റിന് ഒരു സംസ്ഥാനത്തോട് മാത്രമായിട്ട് എന്തിനാണ് പിന്നെ അവഗണന എന്ന് പറയുന്നത്? അതായത് ഒരേ നയം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ വെസ്റ്റ് ബംഗാളിന് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയത്. വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നതും BJP അല്ല. അപ്പൊ അവിടെ കൊടുക്കുന്നു. BJP ഭരിക്കാത്ത കേരളത്തിന് 2ാമത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, കേന്ദ്രം അവഗണിക്കുന്നത് കൊണ്ടല്ല, കേരളത്തിന്റെ സ്വന്തം കുറ്റം കൊണ്ടാണ്. അതായത് സ്വന്തം കണ്ണിലെ തിമിരം കണ്ടെത്താൻ കഴിയാതെ ഭരിക്കാനായിട്ട് തെരഞ്ഞെടുത്ത മനുഷ്യരെ പറ്റിച്ചിട്ട് ഭരണം നടത്താതെ കേരളീയമെന്നും നവകേരള സദസ്സെന്നും മനുഷ്യ ചങ്ങലയെന്നും ഒക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ധന ദൂർത്തു നടത്തുക. പിരിച്ചെടുക്കാനുള്ളത് പിരിച്ചെടുക്കുന്നില്ല. ഒരു വശത്ത്